നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജക്കോബിൻ മെട്രിക്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി, ജക്കോബിൻ മെട്രിക്സ് ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. ജക്കോബിൻ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ടി ബാർ സി ബാർ, അതായത് ടോട്ടൽ ഡെറിവേറ്റീവ് എന്നുള്ള ലീനിയർ ഫംഗ്ഷനാണ് നമ്മൾ കണ്ടായിരുന്നു. ആ ടോട്ടൽ ഡെറിവേറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജക്കോബിൻ മെട്രിക്സ്. അപ്പോൾ ജക്കോബിൻ മെട്രിക്സിൻ്റെ എൻട്രീസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് ജക്കോബിൻ മെട്രിക്സ് നമ്മൾ ജസ്റ്റ് നോക്കാം. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഡി ബാർ എഫ് ബാർ ഓഫ് സി ബാർ. എഫ് എന്ന് പറയുന്നത് RNൽ നിന്ന് RMലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ബാർ എങ്കിൽ ജക്കോബിൻ മെട്രിക്സ് ഓഫ് എഫ് ബാർ, ജക്കോബിൻ മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജക്കോബിൻ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു M/N മെട്രിക്സ് ആയിരിക്കും. അതിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് D1 F1 ഓഫ് സി ബാർ, D2 F1 ഓഫ് സി ബാർ, എറ്റ്സെട്ര DK F1 ഓഫ് സി ബാർ, എറ്റ്സെട്ര DN F1 ഓഫ് സി ബാർ ആണ്. സെക്കൻഡ് റോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ F1ൻ്റെ സ്ഥാനത്ത് F2 വരും, എറ്റ്സെട്ര mth റോ വരുമ്പോൾ F5യുടെ സ്ഥാനത്ത് FM വരും. ഇത്രയുള്ള ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് റോയ്ക്കകത്ത് ഇവിടെ D1 F1 ഓഫ് സി ബാർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എന്താ? F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദി ഫസ്റ്റ് കമ്പോണൻറ്റ്. അങ്ങനെ നമ്മൾ എടുക്കുന്നതാണ് F1ൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് കമ്പോണൻറ്റ്, സെക്കൻഡ് കമ്പോണൻറ്റ് എറ്റ്സെട്ര nth കമ്പോണൻറ്റ് എടുക്കുന്നതാണ് ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. അതുപോലെ F2ൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് കമ്പോണൻറ്റ്, സെക്കൻഡ് കമ്പോണൻറ്റ് എറ്റ്സെട്ര nth റോ കമ്പോണൻറ്റ്സ് എടുക്കുന്നതാണ് സെക്കൻഡ് റോ എന്ന് പറയുന്നത്. എറ്റ്സെട്ര ലാസ്റ്റ് റോ എന്ന് പറയുന്നത് ഏതാ? Fmൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് കമ്പോണൻറ്റ്, സെക്കൻഡ് കമ്പോണൻറ്റ് എറ്റ്സെട്ര ലാസ്റ്റ് കമ്പോണൻറ്റ് nth കമ്പോണൻറ്റ് എടുക്കുന്നതാണ് ലാസ്റ്റ് nth റോ എന്ന് പറയുന്നത്. ഇവിടെ F1 F2 എറ്റ്സെട്ര Fm എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? എഫ് ബാർ ഇസ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. RMലേക്കുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ബാറിനെ നമുക്ക് ഒരു M ട്യൂപ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് F1 F2 എറ്റ്സെട്ര Fm എന്നുള്ള M ട്യൂപ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ ഓരോ FIയും എന്താണ്? റിയൽ വാല്യൂഡ് ആണ്. FIകളെല്ലാം റിയൽ വാല്യൂഡ് ആണ്. എഫ് ബാറിൻ്റെ കമ്പോണൻസ് ആണ് FIs എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ജക്കോബിൻ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാൻ പോവാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, ദ ജക്കോബിൻ മെട്രിക്സ് D bar F bar of C bar is defined at each point C bar in Rn where all the partial derivatives dk fi of C bar exist. ട്രിവിയൽ ആണ്. കാരണം എന്താ? D bar F bar of C barൻ്റെ എൻട്രീസ് എന്ന് പറയുന്നത് ആരാ? dk fi of C bar ആണ് D bar F bar of C barൻ്റെ ഓരോ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ജക്കോബിൻ മെട്രിക്സ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആവുന്ന പോയിന്റ്സ് എവിടെയാണ്? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ പോയിന്റ്സിലും, അതായത് FIകളുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു ഓൾ കമ്പോണൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ പോയിന്റ്സിലും ഉറപ്പായിട്ടും ജക്കോബിൻ മെട്രിക്സ് ഉണ്ടായിരിക്കും, ഡിഫൈൻഡ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. കാരണം എൻ്റെ ഒന്നുമില്ല, ട്രിവിയലാണ്. D bar F bar of C barൻ്റെ ഓരോ എൻട്രി എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് FIസാണ്. FIസിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അറ്റ് ദ പോയിന്റ് C bar, അതായത് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് കമ്പോണൻറ്റ് FIസിൻ്റെ ഈച്ച് വേരിയബിൾ FIസിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ എടുക്കും അറ്റ് C bar. അപ്പം വിത്ത് റെസ്പെക്ട് ടു ഈച്ച് കമ്പോണൻറ്റ് ഓരോ FIയുടെയും പാർഷ്യൽ ഡെറിവേറ്റീവ് അറ്റ് C bar എക്സിസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ജക്കോബിൻ മെട്രിക്സ് എന്തായിരിക്കും? ഡിഫൈൻഡ് ആയിരിക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ദി സെക്കൻഡ് പ്രോപ്പർട്ടി, ദ kth row of the Jacobian matrix is a vector in Rn called the gradient vector of Fk and is denoted by del Fk of C bar. അപ്പോൾ നമ്മൾ ആ ജക്കോബിൻ മെട്രിക്സ് നോക്കിയാൽ അതിൻ്റെ ഫസ്റ്റ് റോ ഏതാ? D1 F1 of C bar, D2 F1 of C bar, എറ്റ്സെട്ര DN F1 of C bar. അതിനൊരു ഇൻട്രിപ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ എന്ത് വരും? D1 F1 of C bar, D2 F1 of C bar, എറ്റ്സെട്ര DN F1 of C bar എന്നുള്ള ഇൻട്രിപ്പിൾ വരും. അതെന്താ ശരിക്കും? ഗ്രേഡിയൻ വെക്ടർ ഓഫ് F1 ആണ്. അതായത് F1ൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് കമ്പോണൻറ്റ്, സെക്കൻഡ് കമ്പോണൻറ്റ് എറ്റ്സെട്ര nth കമ്പോണൻറ്റ് എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഗ്രേഡിയൻ്റ് പഠിച്ചായിരുന്നു. ഗ്രേഡിയൻ്റ് വെക്ടർ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഓരോ കമ്പോണൻറ്റ് വൈസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വെക്ടറിനോട് ഇക്വലുണ്ട്. അപ്പോൾ del F1 ആണ് ഫസ്റ്റ് കമ്പോണൻറ്റ്. അതുപോലെ സെക്കൻഡ് കമ്പോണൻറ്റ് ഏതാ? F2ൻ്റെ ഗ്രേഡിയൻ വെക്ടർ സെക്കൻഡ് റോ എന്ന് പറയുന്നത്. സെക്കൻഡ് കമ്പോണൻ്റ് അല്ല, സെക്കൻഡ് റോ നോക്കിയേ. D1 F2, D2 F2 എറ്റ്സെട്ര DK F2 എറ്റ്സെട്ര DN F2 ആണ്. അപ്പോൾ അത് അറ്റ് C bar. അപ്പോൾ അതായത് F2ൻ്റെ ഗ്രേഡിയൻറ്റ് വെക്ടർ അറ്റ് C bar ആണ് സെക്കൻഡ് റോ എന്ന് പറയുന്നത്. സിമിലർലി ലാസ്റ്റ് റോ എന്ന് പറയുന്നത് Fmൻ്റെ ഗ്രേഡിയൻറ്റ് വെക്ടർ അറ്റ് C bar. ഇൻ ജനറൽ kth റോ എന്ന് പറയുന്നത് എന്ത് വരും? Fkയുടെ ഗ്രേഡിയൻറ്റ് വെക്ടർ അറ്റ് C bar വരും. അതാണ് നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ദ kth റോ ഓഫ് ദി ജക്കോബിൻ മെട്രിക്സ് ഇസ് എ വെക്ടർ ഇൻ Rn കോൾഡ് ദ ഗ്രേഡിയൻറ്റ് വെക്ടർ ഓഫ് Fk ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ del Fk of C bar is equal to D1 Fk of C bar, D2 Fk of C bar, etc. DN Fk of C bar. When F is real valued, that is when M is equal to 1, the Jacobian contains only one row. F എന്ന് പറയുന്ന ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് ആണെങ്കിൽ, അതായത് റിയൽ വാല്യൂഡ് ആവുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? M വാല്യൂ 1 ആണ്. M 1 ആവുമ്പോഴാണ് F റിയൽ വാല്യൂഡ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ the Jacobian contains only one row. That is, അതായത് F റിയൽ വാല്യൂഡ് ആണെങ്കിൽ നമുക്ക് FIs ഒന്നും ആവശ്യമില്ല, സിംഗിൾ റോയേ ഉള്ളൂ നമ്മുടെ ജക്കോബിൻ മെട്രിക്സിന്.
എഫ് റിയൽ വാല്യൂഡ് ആണെങ്കിൽ എം 1 ആണ്. അപ്പോൾ ജക്കോബിയൻ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഒരു 1/n വരും. അപ്പോൾ സിംഗിൾ റോയേ ഉള്ളൂ. അപ്പോൾ ആ റോ എന്ന് പറയുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് D1 f of c bar, D2 f of c bar, etc. Dn f of c bar. ഇൻ ദിസ് കേസ് d bar f bar of c bar is equal to എന്ത് വരും? del f of c bar വരും. എഫ് റിയൽ വാല്യൂഡ് ആവുന്ന കേസിൽ ജക്കോബിയൻ കണ്ടെയ്ൻസ് ഓൺലി വൺ റോ, ദാറ്റ് ഈസ് D1 f of c bar, D2 f of c bar, etc. Dn f of c bar. ഇൻ ദിസ് കേസ് d bar f bar of c bar is equal to എന്ത് വരും? del f of c bar. ഈ കേസിൽ d bar f bar of c bar എന്ന് പറയുന്നത് del f of c bar ആണ്. അതായത് നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് ആവുന്ന കേസിൽ ഇവിടെ എഫ് റിയൽ വാല്യൂഡ് ആവുന്നതിന് ബാറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ബട്ട് എഫ് റിയൽ വാല്യൂഡ് ആവുന്ന കേസിൽ ജക്കോബിയൻ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റോ വെക്ടറാണ്. അത് ഈക്വൽ ടു del f of c bar ആണ്. അത് ഓർത്തോണം, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ. എഫ് റിയൽ വാല്യൂഡ് ആവുന്ന കേസിൽ ജക്കോബിയൻ മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ d bar f bar of c bar എന്ന് പറയുന്നത് ഈക്വൽ ടു del f of c bar. ഗ്രേഡിയൻറ്റ് വെക്ടർ അറ്റ് c bar ആണ് ജക്കോബിയൻ മെട്രിക്സ്. അതായത് ഒരു റോ വെക്ടറാണ്. ഓൾസോ വി നോ ദാറ്റ് if f is real valued then f bar dash at c bar of v bar is equal to എന്ത് വരും? f bar dash at c bar of v bar എന്ന് പറയുന്നത് എഫ് റിയൽ വാല്യൂഡ് ആവുന്ന കേസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. del f of c bar ഡോട്ട് v bar എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ നിൽക്കുക നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതായത് എഫ് റിയൽ വാല്യൂഡ് ആവുന്ന കേസിൽ f dash at c bar of v bar is equal to del f of c bar ഡോട്ട് v bar ആണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് del f of c bar നമ്മളിപ്പോൾ എന്താണെന്ന് കിട്ടിയത്? d bar f bar of c bar എന്ന് കിട്ടി. അപ്പോൾ ഈ del f of c bar എന്ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? d bar f of c bar എന്ന് കൊടുക്കാം. ഇവിടെ ബാർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ del f of c bar ഡോട്ട് c barന് പകരം നമുക്ക് d bar f of c bar കൊടുക്കാം. ദാറ്റ് ഈസ് f dash of c bar of v bar is equal to d bar f of c bar ഡോട്ട് v bar വരും. അപ്പോൾ എഫ് റിയൽ വാല്യൂഡ് ആവുന്ന കേസിൽ നമുക്ക് എന്തൊക്കെ കിട്ടി? d bar f of c bar is equal to del f of c bar ആണ്. അതുപോലെ ടോട്ടൽ ഡെറിവേറ്റീവ് f dash at c bar of v bar is equal to del f of c bar ഡോട്ട് v bar നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ del f of c barന് പകരം നമുക്ക് d bar f of c bar കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ഡെറിവേറ്റീവ് f dash at c bar of v bar is equal to d bar f of c bar ഡോട്ട് v bar എന്ന് കിട്ടി. ഇതാണ് പ്രോപ്പർട്ടി 3 പറയുന്നത്. അപ്പോൾ എഫ് റിയൽ വാല്യൂഡ് ആവുന്ന കേസിൽ കുറച്ച് കാര്യങ്ങളാണ് പ്രോപ്പർട്ടി 3യിൽ നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി 4, ദാറ്റ് ഈസ് ലെറ്റ് എഫ് ബാർ ബി എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഫ്രം Rn ടു Rm. അപ്പോൾ Rnൽ നിന്ന് Rmലേക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ എഫ് ബാർ എടുക്കുക. എഫ് ബാർ ഇസ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഫ്രം Rn ടു Rm. നൗ ലെറ്റ് എഫ് ബാർ ഇസ് ഈക്വൽ ടു എന്തെടുത്തു? എഫ് ബാർ വെക്റ്റർ വാല്യൂഡ് Rmലേക്കുള്ള ഫംഗ്ഷൻ ആണ്. ഇതുകൊണ്ട് നമുക്ക് എഫ് ബാറിന് എങ്ങനെ എഴുതാം? f1 f2 എക്സെട്ര fm എന്ന് എഴുതാം. ഇനി എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ എന്ന് നമുക്ക് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നതല്ല, ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. ടോട്ടൽ ഡെറിവേറ്റീവ് അറ്റ് സി ബാർ ഓഫ് വി ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് സി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാർ ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാറിനെ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാർ എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് സി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാർ എന്ന് പറയുന്നത് വി ബാർ ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കമ്പോണൻറ്റ് വൈസ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് എടുക്കുന്നതിനോട് ഇക്വലൻ്റ്. അപ്പോൾ നമുക്ക് എഫ് ബാറിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ള ആരാ? f1 f2 എക്സെട്ര fm. അപ്പോൾ ഓരോ കമ്പോണൻറ്റിൻ്റെയും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് സി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാറിനോട് ഇക്വലൻ്റ് ആണ് എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ എന്ന് പറയുന്നത്. സി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈക്വൽ ടു എന്ത് വരും? f1 ഡാഷ് അറ്റ് സി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാർ, f2 dash at c bar in the direction of v bar, etc. fm dash at c bar in the direction of v bar. ഈ ഒരു n ട്രിപ്പിൾ ആയിരിക്കും നമ്മുടെ എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാർ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇവിടുത്തെ എഫ് ഐകളെല്ലാം എന്താ? എഫ് ബാർ ഇസ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. അതിൻ്റെ ഓരോ കമ്പോണൻസ് എന്താണ്? റിയൽ വാല്യൂഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ f1 റിയൽ വാല്യൂഡ് ആണ്, f2 റിയൽ വാല്യൂഡ് ആണ്, എക്സെട്ര fmഉം റിയൽ വാല്യൂഡാണ്. f1 റിയൽ വാല്യൂഡ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് f1 ഡാഷ് അറ്റ് സി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാർ ആണല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇത് ഈക്വൽ ടു എന്താണ്? f1 ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ആണ്. ടോട്ടൽ ഡെറിവേറ്റീവ് ഈക്വൽ ടു ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് പറയാം? ഇത് ഈക്വൽ ടു ടോട്ടൽ ഡെറിവേറ്റീവ് അറ്റ് സി ബാർ ഓഫ് വി ബാർ. അപ്പോൾ അതിന് പകരം നമുക്ക് f1 റിയൽ വാല്യൂഡ് ആയതുകൊണ്ട് f1 ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാറിനെ നമുക്ക് എങ്ങനെ എഴുതാം? del f1 ഓഫ് സി ബാർ ഡോട്ട് വി ബാർ എന്ന് എഴുതാം. സിമിലർലി ഇത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. ഇത് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ഡെറിവേറ്റീവ് f2 ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ആണ്. ഇനി f2 റിയൽ വാല്യൂഡ് ആയതുകൊണ്ട് ആ ടോട്ടൽ ഡെറിവേറ്റീവിന് നമുക്ക് എങ്ങനെ എഴുതാം? del f2 ഓഫ് സി ബാർ ഡോട്ട് വി ബാർ എന്ന് എഴുതാം. അപ്പോൾ ഇതിന് പകരം നമുക്ക് del f2 ഓഫ് സി ബാർ ഡോട്ട് വി ബാർ എന്ന് കൊടുക്കാം. എക്സെട്ര fm ഡാഷ് അറ്റ് സി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാർ എന്ന് പറയുന്നത് ടോട്ടൽ ഡെറിവേറ്റീവ് ഓഫ് fm ദാറ്റ് ഇസ് fm ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് fm റിയൽ വാല്യൂഡ് ആയതുകൊണ്ട് del fm ഓഫ് സി ബാർ ഡോട്ട് വി ബാർ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു വെക്ടർ കിട്ടി.
ഇനി ഈ ഒരു വെക്ടറിന് ഇതൊന്നുമില്ല, അടുത്ത നൊട്ടേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ, ഇതൊന്നുമില്ല, ഇതൊരു എൻറ്റിപ്പിളായിട്ട് കിടക്കുന്നത്. ഈ എൻറ്റിപ്പിളിന് നമ്മൾ ഇപ്പം നമ്മൾ 1, 2 എന്ന് പറയുന്ന ഓർഡർ പെയർ എടുക്കുമെന്ന് വെച്ചോ, 1, 2 എന്നുള്ള ഓർഡർ പെയർ എടുത്താൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 1 × 1 0 + 2 × 0 1 എന്ന് എഴുതാമല്ലോ. അതായത് 1, 2 എന്ന് പറയുന്ന ഓർഡർ പെയറിനെ നമുക്ക് 1 0 0 1 എന്നുള്ള നമ്മുടെ യൂണിറ്റ് കോർഡിനേറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക, 1 × 1 0 + 2 × 0 1, ആ ഒരു രീതിയിൽ എഴുതിയേക്കുന്നതാണ് ഇത്. ഇവിടെ നമുക്ക് ഇ കെ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് കോർഡിനേറ്റ് വെക്ടേഴ്സിന് RM ആണ്. അപ്പോൾ RMൻ്റെ യൂണിറ്റ് കോർഡിനേറ്റ് വെക്ടേഴ്സാണ് ഇ കെ ബാർ. അതായത് എന്താ വരിക, E1 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോർഡിനേറ്റ് 1 വരും, ബാക്കിയെല്ലാം 0. E2 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കോർഡിനേറ്റ് 1, ബാക്കിയെല്ലാം 0, എക്സെട്ര. EM ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ mth കോർഡിനേറ്റ് 1, ബാക്കിയെല്ലാം 0. അങ്ങനെയുള്ള എൻറ്റിപ്പിൾസ് ആണ് ഇ കെ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മൾ 1, 2നെ 1 × 1 0 + 2 × 0 1 എന്ന് എഴുതിയ പോലെ ഈ ഒരു എൻറ്റിപ്പിളിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ k = 1 to m. അതായത് എന്ത് വരും, del f1 of c bar dot v bar into e1 bar plus del f2 of c bar dot v bar into e2 bar plus etc. plus del fm of c bar dot v bar into em bar എന്ന് എഴുതാൻ പറ്റും. അതിന് നമ്മൾ സമ്മേഷൻ ആക്കി എഴുതിയേക്കുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ സിഗ്മ k = 1 to m del f k of c bar dot v bar into e k bar വരും. അപ്പോൾ അതാണ് ടോട്ടൽ. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്, എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ, അതായത് ടോട്ടൽ ഡെറിവേറ്റീവ് അറ്റ് സി ബാർ ഓഫ് വി ബാർ എന്ന് പറയുന്നത് എന്ത് കിട്ടി, സിഗ്മ k = 1 to m del f k of c bar dot v bar into ഇ കെ ബാറിന് കിട്ടി. ഇപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്, നമ്മൾ ഈ പലയിടത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ, അതായത് ടോട്ടൽ ഡെറിവേറ്റീവ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ k = 1 to m del f k of c bar dot v bar into ഇ കെ ബാറിന് കിട്ടി. ഇതിൻ്റെ മീനിങ് എന്താ, ടോട്ടൽ ഡെറിവേറ്റീവ് അറ്റ് സി ബാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വി ബാറിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, del f1 of c bar dot v bar, del f2 of c bar dot v bar, etc. del fm of c bar dot v bar. Therefore, the vector f bar dash at c bar of v bar has the coordinates del f1 of c bar dot v bar, del f2 of c bar dot v bar, etc. del fm of c bar dot v bar. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. Thus, the coordinates of f bar dash at c bar of v bar is obtained by taking the dot product of the successive rows of the Jacobian matrix with the vector v bar. നോക്കിയാൽ del f1 of c bar എന്ന് പറയുന്ന ആരാ, d1 f1 of c bar, d2 f1 of c bar, etc. dn f1 of c bar എന്നുള്ള ഒരു എൻറ്റിപ്പിളാണ്. അപ്പോൾ അതെന്ന് പറയുന്ന ആരാ, ആക്ച്വലി നമ്മുടെ ജക്കോബിയൻ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയാണ്. അതുപോലെ del f2 of c bar എന്ന് പറയുന്നത് ആരാ, d1 f2 of c bar, d2 f2 of c bar, etc. dn f2 of c bar, അതായത് ജക്കോബിയൻ മെട്രിക്സിൻ്റെ സെക്കൻഡ് റോയാണ്, etc. del fm എന്ന് പറയുന്നത് ജക്കോബിയൻ മെട്രിക്സിൻ്റെ mth റോയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ദ കോർഡിനേറ്റ്സ് ഓഫ് എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ടേക്കിംഗ് ദ ഡോട്ട് പ്രൊഡക്ട്സ് ഓഫ് ദി സക്സസീവ് റോസ് ഓഫ് ദി ജക്കോബിയൻ മെട്രിക്സ് വിത്ത് ദ വെക്റ്റർ വി ബാർ. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ജക്കോബിയൻ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ഇൻ ഡോട്ട് വി ബാറാണ്. സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്ത് വരും, ജക്കോബിയൻ മെട്രിക്സിൻ്റെ സെക്കൻഡ് റോ ഡോട്ട് വി ബാറാണ്, എക്സെട്ര. mth കോർഡിനേറ്റ് ഓഫ് എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ എന്ന് പറയുന്നത് ജക്കോബിയൻ മെട്രിക്സിൻ്റെ mth റോ ഡോട്ട് വി ബാർ. അതാണ് നമ്മൾ ഈ വേർഡ്സിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദോസ്ത കോർഡിനേറ്റ്സ് ഓഫ് എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ടേക്കിംഗ് ദ ഡോട്ട് പ്രൊഡക്ട്സ് ഓഫ് ദ സക്സസീവ് റോസ് ഓഫ് ദി ജക്കോബിയൻ മെട്രിക്സ് വിത്ത് ദി വെക്റ്റർ വി ബാർ. അപ്പോൾ വി ബാറുമായിട്ടുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എന്താ എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാറിൻ്റെ റോസ് എന്ന് പറയുന്നത്. ഇഫ് വി റിഗാർഡ് എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ആസ് ആൻ m/1 മെട്രിക്സ് ഓർ എ കോളം മെട്രിക്സ് ദെൻ ഇറ്റ് ഈസ് ഗിവൺ ബൈ. അപ്പോൾ നമുക്ക് ഈ എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാറിന് ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ വരും, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ആരാ, del f1 of c bar dot v bar. അപ്പോൾ അതിന് ഫസ്റ്റ് എൻട്രി വരും. സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് del f2 of c bar dot v bar, എക്സെട്ര. ലാസ്റ്റ് കോർഡിനേറ്റ് m/1 കോളം മെട്രിക്സ് ആയിട്ട് എഴുതി ഇങ്ങനെ വരും, del fm of c bar dot v bar. എഫ് ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാറിന് നമുക്ക് എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാറിന് നമുക്ക് ഇവിടെ ഒരു ബാറുണ്ട്, del f1 of c bar dot v bar, del f2 of c bar dot v bar, എക്സെട്ര. del fm of c bar dot v bar എന്നുള്ള ആ ഒരു m/1 മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും, കോളം വെക്ടറായിട്ട് എഴുതാൻ പറ്റും. ഇനി del f1 of c bar dot v bar, del f2 of c bar dot v bar, എക്സെട്ര. del fm of c bar dot v bar ഇടയ്ക്ക് എടുക്കുന്നത്. ഈ മെട്രിക്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, d bar f bar of c bar ഇൻറ്റു വി ബാർ ചെയ്യുമ്പോഴല്ലേ ഇത് കിട്ടുന്നത്. അതായത് d bar f bar of c bar ആരാ, d bar f bar of c ബാറിൻ്റെ ഫസ്റ്റ് റോയാണ് ആര്, del f1 of c bar. d bar f bar of c ബാറിൻ്റെ സെക്കൻഡ് റോയാണ് del f2 of c bar. d bar f bar of c bar, എക്സെട്ര. d bar f bar of c ബാറിൻ്റെ mth റോയാണ് del fm of c bar. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക, d bar f bar of c bar ഇൻറ്റു വി ബാർ എടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് എന്താ, del f1 of c bar ഡോട്ട് വി ബാർ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, d bar f bar of c bar ഇൻറ്റു വി ബാർ എന്ന് എഴുതാൻ പറ്റും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ശരിക്കും ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളത്തിൻ്റെ എന്ത് ചെയ്യും,
ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതാണ് ആര് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അതായത് 1/1 പൊസിഷനിൽ വരുന്ന എൻട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് റോയും എ ഇൻറ്റു ബി ആണ് എടുക്കുന്നതെങ്കിൽ എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണ് നമ്മൾ 1/1 പൊസിഷനിൽ വരുന്ന ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അതുപോലെ 1/2 പൊസിഷനിൽ അതായത് ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ഏതാ വരിക, എയുടെ ഫസ്റ്റ് റോയും ബിയുടെ സെക്കൻഡ് കോളവും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ശരിക്കും എന്താണ്, del f1 of c bar dot v bar, del f2 of c bar dot v bar etc. del fm of c bar dot v bar എന്ന് പറയുന്ന m/1 മെട്രിക്സ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, d bar f bar of c bar ഇൻറ്റു v bar ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് ഈ ഒരു m/1 മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മളിങ്ങനെ എഴുതിയത്. അപ്പോൾ d bar f bar of c bar എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ m/n ആണ്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ത് വരും, v bar എന്ന് പറയുന്നത് ഏതാ n/1 മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ അല്ല, v bar എന്ന് പറയുന്നത് n/1 മെട്രിക്സ് ആണ്, ഒരു കോളം മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ m/n ഇൻറ്റു n/1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ m/1 ആണ്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ m/1 ആണ്. അപ്പോൾ d bar f bar of c ബാറും v ബാറും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഓരോ റോയും വരുന്നത് ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ആരാണ്, d bar f bar of c bar ഇൻറ്റു v bar. അപ്പോൾ അതാണ് എഴുതിയേക്കുന്നത്. f bar dash at c bar of v ബാറിന് നമുക്കിപ്പോൾ എങ്ങനെ എഴുതാം, ആ മെട്രിക്സിൻ്റെ d bar f bar of c bar ഇൻറ്റു v bar എന്ന് എഴുതാൻ പറ്റും. എഴുതിയിരിക്കുന്നത് വേർ d bar f bar of c bar എന്ന് പറയുന്ന ആരാണ്, the m/n ജക്കോബിയൻ മെട്രിക്സ് ആൻഡ് v bar is regarded as an n/1 മെട്രിക്സ് or a column മെട്രിക്സ്. അതാണ് ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ ഫോർത്ത് പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് ഇവിടെ ഇത് ഓർത്ത് വെച്ചാണ്, f bar dash at c bar of v ബാറിനെ നമ്മൾ സിഗ്മ k is equal to 1 to m del f k of c bar dot v bar ഇൻറ്റു ഇ കെ ബാർ എന്ന് ഡിനോട്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ ആ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ ഈ ഒരു രീതിയിൽ എഴുതി കഴിയുമ്പോൾ ഇത് ആക്ച്വലി എന്താണ്, d bar f bar of c bar ഇൻറ്റു v bar ആണെന്ന് പറഞ്ഞു. ഈ ഫിഫ്ത്ത് പ്രോപ്പർട്ടിയാണ്. ഫിഫ്ത്ത് പ്രോപ്പർട്ടിയും കൂടെ ഉള്ളൂ, ദ നോം ഓഫ് ദി ടോട്ടൽ ഡെറിവേറ്റീവ്. അപ്പോൾ ടോട്ടൽ ഡെറിവേറ്റീവിൻ്റെ നോമിന് ഒരു ബൗണ്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഇത് നോം ഓഫ് ദി ടോട്ടൽ ഡെറിവേറ്റീവ് നോം എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു നോം വി ബാർ വെർ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to m നോം ഡെൽ എഫ് കെ ഓഫ് സി ബാർ. ഇതാണ് നമ്മൾ ലാസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പലയിടത്തും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നോം ഓഫ് ടോട്ടൽ ഡെറിവേറ്റീവ് നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും, നോം ഓഫ് എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു നോം വി ബാർ വെർ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to m നോം ഡെൽ എഫ് കെ ഓഫ് സി ബാർ. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് പ്രോപ്പർട്ടി 4 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, പ്രോപ്പർട്ടി 4 നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞ പ്രോപ്പർട്ടി ഇവിടെ നമുക്ക് കിട്ടിയായിരുന്നു. എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ നമുക്ക് എങ്ങനെ കിട്ടിയത്, ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to m ഡെൽ എഫ് കെ ഓഫ് സി ബാർ ഡോട്ട് വി ബാർ ഇൻറ്റു ഇ കെ ബാർ. അപ്പോൾ പ്രോപ്പർട്ടി 4 വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to m ഡെൽ എഫ് കെ ഓഫ് സി ബാർ ഡോട്ട് വി ബാർ ഇൻറ്റു ഇ കെ ബാർ എന്ന് പറയാൻ പറ്റും. ഇനി നമ്മളിവിടെ നോം ഡെൽ എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ കൺസിഡർ ചെയ്യുക. അപ്പോൾ നോം എടുക്കുമ്പോൾ എന്തോരും രണ്ട് സൈഡിൽ നമ്മൾ നോം എടുത്തു. അപ്പോൾ നോം ഓഫ് എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ഇസ് ഈക്വൽ ടു നോം ഓഫ് സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to m ഡെൽ എഫ് കെ ഓഫ് സി ബാർ ഡോട്ട് വി ബാർ ഇൻറ്റു ഇ കെ ബാർ എന്ന് പറഞ്ഞു. ഇനി ഇതിനെ നമുക്കറിയാം നോം ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് പ്ലസ് നോം വൈ. അത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസിൻ്റെ കേസിൽ സമ്മിൻ്റെ കേസിൽ ട്രൂ ആണ്. ഫൈനൈറ്റ്ലി മെനി ടേംസ് ഉള്ള സമ്മിൻ്റെ കേസിൽ ട്രൂ ആണ്. അപ്പോൾ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി നമ്മൾ ആ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി വെച്ചിട്ട് നമുക്ക് ഈ നോമിനെ സമ്മേഷനുള്ളിലേക്ക് എടുക്കാൻ പറ്റും. അതായത് ഇത് ലെസ് ദാൻ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്തുണ്ട്, ഈക്വാലിറ്റി മാറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. അപ്പോൾ നോം ഓഫ് സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to m ഡെൽ എഫ് കെ ഓഫ് സി ബാർ ഡോട്ട് വി ബാറിൻ്റെ ഇ കെ ബാറിനെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to m നോം ഓഫ് ഡെൽ എഫ് കെ ഓഫ് സി ബാർ ഡോട്ട് വി ബാറിൻ്റെ ഇ കെ ബാറിന് എഴുതാൻ പറ്റും ബൈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to m. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഡെൽ എഫ് കെ ഓഫ് സി ബാർ ഡോട്ട് വി ബാർ എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് എന്താണ്, റിയൽ നമ്പറാണ്. അപ്പോൾ ഡെൽ എഫ് കെ ഓഫ് സി ബാർ ഡോട്ട് വി ബാർ റിയൽ നമ്പറാണ്. അപ്പോൾ ഒരു റിയൽ നമ്പർ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റിനെ നമ്മൾ നോമിൻ്റെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ അത് മോഡ്. ഇപ്പം നോം ഓഫ് ആൽഫ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡ് ആൽഫ ഇൻറ്റു നോം എക്സ് ബാർ. ആൽഫ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നോം ഓഫ് ആൽഫ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മോഡ് ആൽഫ ഇൻറ്റു നോം എക്സ് ബാർ. അപ്പോൾ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഡെൽ എഫ് കെ ഓഫ് സി ബാർ ഡോട്ട് വി ബാറിന് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും, മോഡ് ഡെൽ എഫ് കെ ഓഫ് സി ബാർ ഡോട്ട് വി ബാർ ഇൻറ്റു നോം ഓഫ് ഇ കെ ബാർ എന്ന് വരും. ഈ നോം ഓഫ് ഇ കെ ബാർ എന്താ, ഇ കെ ബാർ എന്ന് പറഞ്ഞാൽ എന്താ, കേത്ത് കോർഡിനേറ്റ് 1 വരും, ബാക്കി എല്ലാ കോർഡിനേറ്റ്സും 0 വരുന്ന യൂണിറ്റ് കോർഡിനേറ്റ് വെക്ടറാണ് ഇ കെ ബാർ. അപ്പോൾ നോം ഓഫ് ഇ കെ ബാർ എന്ത് വരും, 1 വരും. അപ്പോൾ നമുക്കിത് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to m നോം ഡെൽ എഫ് കെ ഓഫ് സി മോഡ് ഡെൽ എഫ് കെ ഓഫ് സി ബാർ ഇൻറ്റു മോഡ് ഡെൽ എഫ് കെ ഓഫ് സി ബാർ ഡോട്ട് വി ബാർ എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ നോം ഇ കെ ബാർ 1 ആയിപ്പോൾ. നമുക്ക് കോഷി-ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി അനുസരിച്ച് മോഡ് എക്സ് ഡോട്ട് വൈ എന്താണ്, മോഡ് എക്സ് ഡോട്ട് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ എന്ന് എഴുതാൻ പറ്റും. അതായത് കോഷി-ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി വെച്ചിട്ട്
മോഡ് എക്സ് ഡോട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ ആണ്. അപ്പോൾ കോഷി ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. നോം എ കെ ബാർ 1 ആയി പോയി നോക്കണ്ട. ബാക്കി വരുന്ന ഈ മോഡ് ഡെൽ എഫ് കെ എഫ് സി ബാർ ഡോട്ട് വി ബാറിന് നമുക്ക് കോഷി ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? നോം ഡെൽ എഫ് കെ എഫ് സി ബാർ ഇൻറ്റു നോം വി ബാർ എന്ന് പറയാൻ പറ്റും. അവിടെ ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. ഇപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കേട്ടോ. ഇറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 ചെയ്യാം. ഇവിടെ ഈക്വൽ ടു മാറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കണേ. അപ്പോൾ കോഷി ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവുന്നുണ്ട്. അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 ആവും. നോം ഡെൽ എഫ് കെ എഫ് സി ബാർ ഇൻറ്റു നോം വി ബാർ എന്ന് കിട്ടി. ദാറ്റ് ഇസ് വി ഗെറ്റ് നോം എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു നോം വി ബാർ എന്ന് എഴുതാൻ പറ്റും. വെയർ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 ആവും. നോം ഡെൽ എഫ് കെ ഓഫ് സി ബാർ എന്ന് പറയും. ഇപ്പോൾ നോം വി ബാറിനകത്ത് കെ ഇല്ലാത്തതുകൊണ്ട് നോം വി ബാർ നമുക്ക് അങ്ങനെ തന്നെ നിർത്താം. അപ്പോൾ ക്യാപിറ്റൽ എം ആയിട്ട് സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 ആവും. നോം ഡെൽ എഫ് കെ ഓഫ് സി ബാറിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നോം ഓഫ് എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു നോം വി ബാർ എന്ന് നമുക്ക് പറയാൻ പറ്റും. വെയർ എം ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to m നോം ഡെൽ എഫ് കെ ഓഫ് സി ബാർ. Therefore, f bar dash at c bar of v bar tends to c bar 0 bar as v bar tends to 0 bar. ഇവിടെ വി ബാർ ഇവിടെ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഒരു നമ്പർ. അപ്പോൾ ഇവിടെ വി ബാർ ടെൻസ് ടു 0 ആണെങ്കിൽ നോം എഫ് ബാർ ഡാഷ് അറ്റ് സി ബാർ ഓഫ് വി ബാർ എങ്ങോട്ടായിരിക്കും പോവുക? ടെൻസ് ടു 0 ആയിരിക്കും. നോം എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്, നോൺ നെഗറ്റീവ് ആണ്. പോസിറ്റീവ് അല്ല, നോൺ നെഗറ്റീവ് ആണ്. ഐദർ പോസിറ്റീവ് ഓർ 0 നോം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ നോം ദിസ് ലെസ് ദാൻ ഈക്വൽ എം ഇൻറ്റു നോം വി ബാർ. അപ്പോൾ ഇവിടെ വി ബാർ ടെൻസ് ടു 0 ബാർ ആകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡും ടെൻസ് ടു 0 ബാർ ആണ്. അപ്പോൾ നോം ദിസ് ടെൻസ് ടു 0 ബാർ എന്ന് പറഞ്ഞാൽ എഫ് ബാർ ഡാഷ് സി ബാർ ഓഫ് വി ബാർ ടെൻസ് ടു 0 ബാർ ആയിരിക്കും. ആസ് വി ബാർ ടെൻസ് ടു 0 ബാർ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയുമാണ് ജക്കോബിയൻ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ്.